Good morning, guys. Today is the first day of fashion school, so let's get the routine started. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഐ നോ ഒരു മന്തൊക്കെ ആയിട്ടുണ്ട് ഞാനിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇൻഷാല്ലാ ഇനി മുതൽ കൺസിസ്റ്റൻ്റ് ആവണം. അപ്പോൾ ഇന്ന് ഞാൻ എണീറ്റത് 5:30 അലാറം ആക്ച്വലി 6 വെച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് കുറേ ഡോഗ്സ് പാർക്കാണ് കേട്ടിട്ടുണ്ട്, അങ്ങനെ എണീറ്റു. പിന്നെ കിടന്നിട്ട് ഉറക്കം വന്നില്ല, അപ്പം അങ്ങനെ എണീറ്റതാണ്. സോ ഇഫ് യു ഡോണ്ട് നോ, എൻ്റെ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് പ്ലാൻ എന്താ വെച്ചാൽ ഞാൻ ഫാഷൻ ഡിസൈനിങ് എടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഫാഷൻ ഡിസൈനിങ് എന്തുകൊണ്ട് എടുക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, എനിക്ക് ഫാഷൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫാഷനബിൾ ഡ്രസ്സസൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുണ്ട്, അപ്പം അങ്ങനെ എടുക്കണതാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഫാഷൻ സ്കൂളിൽ. മൺഡേ, വെനസ്ഡേ ആൻഡ് ഫ്രൈഡേ ആണ് ക്ലാസ് ഉള്ളത്. അതും ആഫ്റ്റർനൂൺ വരെ മാത്രമേ ക്ലാസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ ലൈഫിലെ ന്യൂ ചാപ്റ്ററാണ്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് ക്ലാസ് ഒന്നുമില്ല, അതിന് പകരം ഞങ്ങൾക്ക് ഓറിയൻറ്റേഷൻ പ്രോഗ്രാമാണ്. അതിന് ഞങ്ങൾക്ക് ഒരു ടാസ്ക് തന്നിട്ടുണ്ട്, ലൈക്ക് ഫ്ലെയിമില്ലാതെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പാർട്ട്ണർ തന്നിട്ടുണ്ട് എനിക്കായിട്ട്. എല്ലാവരും 2 പാർട്ട്ണറായിട്ടാണ് കുക്ക് ചെയ്യുന്നത്. ഞങ്ങൾ കുറേ മെസ്സേജ് അയച്ചതിന് ശേഷം ഒരു സ്വീറ്റ് ഫുഡാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് ബ്രെഡ്, ഷുഗർ, വെജിറ്റബിൾസ് ഓർ ഫ്രൂട്ട്സ്, ബട്ടർ, ജാം, അതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. ഉണ്ടാക്കുന്ന പ്രോസസ്സൊക്കെ എനിക്കിതിൽ കാണിക്കാൻ പറ്റുമോ അറിയില്ല, കാണിക്കാൻ താല്പര്യമുണ്ട്. ബട്ട് ക്ലാസ്സിൽ ഓഫ് കോഴ്സ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. ബട്ട് ഇന്ന് കുക്കിംഗ് ക്ലാസ് ആയതുകൊണ്ട് ടീച്ചറോട് ചോദിച്ചിട്ട് എടുക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ നെർവസുമാണ്, എക്സൈറ്റഡുമാണ്. പുതിയ ഫ്രണ്ട്സ് ആൻഡ് പുതിയ പ്ലേസ്. എൻ്റെ ഹോം ടൗണിലല്ല ഞാൻ പഠിക്കാൻ പോണത്, എന്നാൽ അത്രയ്ക്ക് ലോങ് അല്ല. അപ്പോൾ ഇപ്പോൾ ടൈം 8 o'clock ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. Makeup touch, photo and +2 degree papers. Okay, let's go. So this is my outfit of the day.
ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശ ആൻഡ് സാമ്പാർ. അപ്പോൾ ഇന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നട്ട്സ്, പിന്നെ ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ടുള്ളത്, പിന്നെ ചെറീസ്, പ്ലേറ്റ് ആൻഡ് ഹാഫ് സാധനം എൻ്റെ പേരും കൂടി ഉണ്ട്. അങ്ങനെ ഒരു 10 o'clock ആയപ്പോൾ ഞങ്ങൾ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാമായിരുന്നു, കൊണ്ടുവന്ന സാധനം ഫുള്ളൊന്ന് മിക്സ് ചെയ്യാനായിരുന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ളവരും അവരുടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഞങ്ങളൊരു ഹാർട്ട് ഷേപ്പാണ് ഇതിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ ഫുഡിന് നെയിം കൊടുത്തിരുന്നത് ഹംബുക്കെ ദൽക്കോമ എന്നായിരുന്നു. അതിൻ്റെ ഇംഗ്ലീഷ് നെയിം എന്ന് പറയുന്നത് ഹാപ്പി സ്നാക്ക് എന്നാണ്. ഞങ്ങളുടെ ഫുഡ് സെറ്റ് ആക്കിയതിന് ശേഷം ഞാൻ ബാക്കിയുള്ളവരുടെ ഫുഡൊക്കെ കാണാൻ പോയി. എല്ലാവരും നല്ല രസത്തിൽ ഗാർണിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോഴാണ് വിത്തൗട്ട് ഫ്ലെയിം നമുക്ക് ഇത്രയും ഫുഡ് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് മനസ്സിലായത്. ഫുഡ് കുക്ക് ചെയ്തതിന് ശേഷം ഞങ്ങൾക്കുള്ള അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഫുഡിനൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള നെയിം കൊടുക്കലും അത് എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കലുമായിരുന്നു. പ്രസൻറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം ടേബിൾസ് എല്ലാം അടുപ്പിച്ച് വെച്ചിട്ട് ഓരോരുത്തരുടെയും ഫുഡ് ഞങ്ങളിങ്ങനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അതിനുശേഷം ടീച്ചേഴ്സൊക്കെ വന്നിട്ട് ഞങ്ങളുടെ ഫുഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിട്ടോ. അതിനനുസരിച്ചാണ് ഇനി നമ്മുടെ റിസൾട്ട് അറിയാൻ പോകുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരുടെയും ഫുഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി. ഹായ് ഗൈസ്, ഇറ്റ്സ് ദ നെക്സ്റ്റ് ഡേ. ബട്ട് ഇന്നലെ എങ്ങനെ എനിക്കുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ പറയാൻ വിട്ടുപോയി. വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ ഭയങ്കര ടയേർഡായി. പിന്നെ നേരെ പോയി കുളിച്ചു. അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കി എടുക്കാമെന്ന് വിചാരിച്ച് അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനാണ് അവിടെ ന്യൂ സ്റ്റുഡൻ്റ് ആയിട്ടുള്ളത്. ബാക്കിയുള്ളവരൊക്കെ ഇതിന് മുമ്പ് വന്നിട്ടുണ്ടെന്നുള്ളത്. പിന്നെ കുക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ ഇങ്ങനെയൊന്നും കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടില്ല. വീട്ടിൽ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നല്ലാതെ ഇങ്ങനൊരു കോമ്പറ്റീഷനായിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ്. ആൻഡ് ഐ എൻജോയ്ഡ് ഇറ്റ് സോ മച്ച്. പിന്നെ കുറേ ക്ലാസ് മിസ്സായതുകൊണ്ട് ഈ വീക്ക് ഫുള്ള് ക്ലാസ് ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് എനിക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. സീ ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്. ബൈ.